പറശ്ശിനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലാണ്. ഈ വർഷത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്, അതിൻ്റെ ഭാഗമായി ചാലിയത്തും നല്ലൂർ സ്റ്റേഡിയത്തിലും കോഴിക്കോട് ബീച്ചിലും എല്ലാം പ്രോഗ്രാം നടന്നിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലും അടിപൊളി ലൈറ്റ് ഷോ നടക്കുകയാണ്. അപ്പം നമുക്ക് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും അവസാന ദിവസമായ ഇന്ന് ജനുവരി 2-നാണ് നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാത്ത ആളുകൾക്കൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടാണ്. എന്തായാലും അപ്പം നമ്മൾ ഉള്ളോട്ട് കയറി ലൈറ്റ് ഷോ ഒക്കെ ആസ്വദിക്കുകയാണ്. ഇവിടുത്തെ ഓരോ മരങ്ങളിലും എല്ലാം ഈ ഒരു ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. വെക്കേഷനിലൊക്കെ കാണാൻ പറ്റാത്ത കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഇന്നൊരു ലീവ് ദിവസമായിട്ട് മന്നൻ ജയന്തി ആയതുകൊണ്ട് തന്നെ കുറേയധികം ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ഓരോ ബോക്സ്, ഓരോ ഐറ്റംസുകളൊക്കെ ആണ്. ഇതൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് നല്ല കളറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്തൂപമാണ്. ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്റ്റാർ ഉണ്ട് കേട്ടോ. നമ്മൾ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് അത് കാണുന്നില്ല. ഇവിടെയും നേരത്തെ കണ്ടതുപോലെ തന്നെ ഐറ്റംസാണ്. ഇതിനകത്ത് കയറരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ചിലതിലൊക്കെ നമുക്ക് കയറി ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം. ഇതിനകത്തേക്ക് കയറാനുള്ള വഴി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡിലൂടെയുള്ള മരങ്ങളിലെല്ലാം നല്ല ലൈറ്റുകളൊക്കെ വെച്ച് സംഭവം കളറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഫോട്ടോസുകൾ എടുക്കുന്ന തിരക്കിലാണ്, കുട്ടികളും മുതിർന്നവരൊക്കെ. ഇനി നമുക്ക് മാനാഞ്ചിറയുടെ ആ ഒരു ഉള്ളോട്ടുള്ള ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ കുറച്ച് ഇരുടാണ്, എന്നാലും കുഴപ്പമില്ല, ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മരത്തിലൊക്കെ ചെറിയ ചെറിയ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മരത്തിലൊക്കെ ലൈറ്റ് നല്ല നല്ല ഹാങ്ങിങ് ലൈറ്റുകളാണ് കേട്ടോ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താ വെച്ചാൽ കുറേ ഹൈറ്റിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് തന്നെ ഒരു കൂട്ടമായി തൂങ്ങിക്കിടക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളോട് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, കണ്ണുകൊണ്ട് അത് ആസ്വദിക്കുന്ന സമയത്ത് അതിനൊരു മനോഹാരിത വേറെ തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇട്ടിട്ടോ ഇവിടെയൊക്കെ ഫാമിലി ആയിട്ടിരിക്കുന്നു. ഇവിടെ വേറെ ടൈപ്പിലുള്ള ലൈറ്റുകളാണ്. എന്തായാലും കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല സന്തോഷം തരുന്ന ഓരോ കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും ഈ വർഷത്തെ പോലെ എല്ലാ വർഷവും ഇതുപോലെ കൂടുതൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കട്ടെ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പലിൻ്റെ ആകൃതിയിലുള്ളൊരു ലൈറ്റിംഗ് ആണ് കേട്ടോ. ഇത് സംഭവം ഒന്നുകൂടെ സൂപ്പറായിട്ടുണ്ട്. ഇത് കുറച്ച് ഏരിയയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. മൊത്തത്തിൽ ഓരോ വശങ്ങളിലും ആളുകൾ ഇരിക്കുന്നുണ്ട്. മാനാഞ്ചിറയുടെ ഓരോ ഭാഗത്തും ഈ ലൈറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഓരോ വശങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആളുകളിൽ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനിൻ്റെ രൂപത്തിലും വലിയ സ്റ്റാറിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് കുറേ അധികം ലൈറ്റുകളാണ്. ഇവിടെ ഈ പ്രതിമയുടെ ഇടയിലായിട്ടൊരു ലൈറ്റ്. അത്യാവശ്യം ആളുകൾ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു ന്യൂ ഇയറിൻ്റെ പരിപാടികളായിട്ട് നമ്മുടെ വാട്ടർ ഫെസ്റ്റിൻ്റെയും അതുപോലെ നല്ലൂർ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ ആ ഒരു ഇത് ഡെമോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയൊരു സ്തൂപമാണ്. ഇതിനകത്തൂടെ പോയിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു തിരക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് മരങ്ങളിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് എൻ്റെ എല്ലാ ശിഖരങ്ങളിലും ലൈറ്റ് വെച്ച് സംഭവം കളറാക്കി വെച്ചിട്ടുണ്ട്. ഒഴിവ് ദിവസങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് ആളുകളാണ് ഈ മാനാഞ്ചിറ, കോഴിക്കോട് ബീച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എത്തുന്നത്. നമ്മുടെ കോഴിക്കോടിൻ്റെ സൗന്ദര്യം നമുക്ക് എത്ര ആസ്വദിച്ചാലും അത് മതി വരാത്ത ഒന്നാണ്. എന്തായാലും ഈ ഒരു ന്യൂ ഇയർ വെക്കേഷനിൽ 10 ദിവസവും നല്ല തിരക്ക് തന്നെയായിരുന്നു കോഴിക്കോടെല്ലാം അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കോഴിക്കോടിൻ്റെ ആ ഒരു സൗന്ദര്യം അതെന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തായാലും ഈ വർഷത്തെ ലൈറ്റ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇനി ആളുകൾ ഇവിടേക്ക് വരണ്ട. ജനുവരി 2-നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി ഇവിടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കാണാത്ത ആളുകളിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.